എന്നിട്ട് ഖിബിലാക്ക് മുന്നിട്ടുകൊണ്ട് നീ തക്ബീർ ചൊല്ലണം. സുമ്മഖ്റ ബിമാ തയസ്സറ മഅക മിനൽ ഖുർആൻ, പിന്നെ നീ ഖുർആൻ ഓതണം, ഫാത്തിഹ ഓതണം. ഫാത്തിഹ കഴിഞ്ഞിട്ട് സൂറത്ത് ഓതണം. സൂറത്ത് ഓതാൻ കഴിയുന്നില്ലെങ്കിൽ ആയത്തെങ്കിലും ഓതണം. സൂറത്ത് ഓതേണ്ട റക്അത്തുകളിൽ സൂറത്ത് ഓതണം. അത് കഴിഞ്ഞിട്ടോ സുമ്മർക്കായ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ്, പിന്നെ നീ റുക്കൂ ചെയ്യണം. ഹത്താ തത്മഇന്ന റാക്കിഅ. അവിടെയാണ് ഈ സ്വഹാബിക്ക് പറ്റിയ പ്രശ്നം. റുക്കൂയിൽ ഒന്ന് അടങ്ങി ഒതുങ്ങണം. ആ റുക്കൂയിൽ ഒരു 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി 3 തവണ ചൊല്ലിയിട്ട് ഒരു തുമഇനീനത്ത്, ഒരടക്കം ഒതുക്കം ഉണ്ടാക്കണം. എന്നിട്ട് നീ റുക്കൂയിൽ നിന്ന് ഉയരണം. ഹത്താ തസ്തവിയ ഖായിമൻ, നേരെ ചൊവ്വേ അവിടെ ഒന്ന് നിൽക്കണം. ഒന്ന് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ഒന്ന് അടങ്ങട്ടെ. ഒന്ന് അടങ്ങി ഒതുങ്ങുന്നതിന് വേണ്ടി അവിടെ നിയമമാക്കപ്പെട്ട സുന്നത്താക്കപ്പെട്ട ദിക്റില്ലേ, റബ്ബനാ ലക്കൽ ഹംദു തൊട്ട് തുടങ്ങുന്ന ദിക്റ്, ആ ദിക്റ് നീ ചൊല്ലണം. സുമ്മസ്ജുദ്, പിന്നെ നീ സുജൂദ് ചെയ്യണം. ഹത്താ തത്മഇന്ന സാജിദാ, സുജൂദിലും തുമഇനീനത്ത് വേണം. നെറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് ഒപ്പിയെടുത്താ പോരാ. ഒരു 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അത് കഴിഞ്ഞിട്ട് നീ അവിടുന്ന് തല ഉയർത്തണം. എന്നിട്ടൊരു ഇരുത്തമുണ്ട്. ആ ഇരുത്തവും അവയവങ്ങളൊക്കെ അടങ്ങി ഒതുങ്ങുന്ന രൂപത്തിൽ ഇരിക്കണം. ഇരുത്തത്തിലും നിയമമാക്കപ്പെട്ട ദിക്റില്ലേ, റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വആഫിനി വർസുഖ്നി എന്ന ദിക്ർ നീ ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും സുജൂദ് ചെയ്യണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇരുത്തത്തിലേക്കാണ് വരുന്നതെങ്കിൽ ഇരുന്നിട്ട് ഓതേണ്ട ദിക്ർ ചൊല്ലണം. നൃത്തത്തിലേക്കാണ് വരുന്നതെങ്കിലും പതുക്കെ നിന്നുകൊണ്ട് ചൊല്ലേണ്ടത് ചൊല്ലണം. അപ്പൊ റുകൂഅ്, ഇഅ്തിദാല്, സുജൂദ്, ഇടയിലിരുത്തം, വീണ്ടും സുജൂദ്, ഈ വക കാര്യങ്ങളിലൊക്കെ പാലിക്കാത്ത തുമനീനത്ത് കൊണ്ടാണ് 3 പ്രാവശ്യം മടക്കി വിട്ടിട്ട് നിസ്കരിച്ചോളൂ. നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, നിസ്കാരം ശരിയായിട്ടില്ല. നിസ്കാരം ശരിയാകാത്തത് കൊണ്ട് മടക്കി വിട്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞപ്പോൾ തന്നെ അല്ലദീന യുഖീമൂനസ്സലാ വഅഖിമിസ്സലാ അഖീമുസ്സലാ, അങ്ങനെയാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്താ ഇതിന്റെ അർത്ഥം? ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രയോഗിച്ചതിന്റെ അർത്ഥം കൃത്യമായ നിസ്കാരം നിസ്കരിക്കണം. നിസ്കരിക്കണം എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്, പിന്നെ എല്ലാ റുക്നുകളും ഷർത്തുകളും സുന്നത്തൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കണം. അതേ നിസ്കാരാവുള്ളൂ. അല്ലാത്തതിനൊന്നും നിസ്കാരം എന്ന് പറയില്ല. ആരെങ്കിലും കാഴ്ചയിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലൊന്നും അതിനൊന്നും നിസ്കാരം എന്ന് പറയില്ല. മഹാന്മാരൊക്കെ നിസ്കാരത്തിന് വേണ്ടി ഒരുക്കം നോക്ക് നിങ്ങൾ. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. ബഹുമാനപ്പെട്ട ഹാത്തിം റളിയല്ലാഹു അൻഹു, ഹാത്തിമുസ് സാഹിദ്, മഹാനവർകൾ ആസിം ഇബ്നു യൂസുഫ് റളിയല്ലാഹുവിന്റെ സമീപത്ത് വന്നു. ആസിം എന്നവര് മഹാനവറുകളോട് ചോദിച്ചു, യാ ഹാത്തിമു, ഹാത്തിം എന്നവരെ, ഹൽ തുഹ്സിനു അൻ തുസല്ലിയ, നിങ്ങൾക്ക് നിസ്കരിക്കാൻ അറിയുമോ? ഹാത്തിം എന്നവര് പറഞ്ഞു, അതെ, നിസ്കരിക്കാൻ അറിയും. എങ്ങനെയാണ് നിങ്ങളെ നിസ്കാരം? ഇദാ തഖാറബ വഖ്തുസ്സലാ, നിസ്കാരത്തിന്റെ സമയം അടുത്തു വന്നാൽ അസ്ബിഗുൽ വുളൂ, ഞാൻ പൂർണ്ണ വുളൂ എടുക്കും. നേരത്തെ പറഞ്ഞ രീതിയിൽ പൂർണ്ണ വുളൂ എടുക്കും. സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എല്ലാ പാപങ്ങളും കഴുകി വൃത്തിയാക്കുന്ന ഒരു അമലാണ് പൂർണ്ണമായ വുളൂ. ഇസ്ബാഗുൽ വുളൂ അലൽ മക്കാരിഹ്, പ്രതിസന്ധി ഘട്ടങ്ങളിലും പൂർണ്ണ വുളൂ എടുക്കണം. വെള്ളം കുറവാണ്, എന്നാലും എടുക്കുന്ന വുളൂ പൂർണ്ണമായിട്ട് തന്നെ. തണുപ്പ് കൂടുതലാണ്, എടുക്കുന്ന വുളൂ പൂർണ്ണമായിട്ട് തന്നെ, അതിൽ കുറവ് വരുത്താതെ വുളൂ ഞാൻ പൂർണ്ണമാക്കിയെടുക്കും. നിസ്കരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി നേർക്ക് നേരെ നിൽക്കും. എന്റെ എല്ലാ അവയവങ്ങളും ഒതുങ്ങിത്തീരും. എന്നിട്ട് ഞാൻ എന്റെ 2 പുരികങ്ങൾക്കിടയിൽ കഅബ ഞാൻ നോക്കിക്കാണും. വൽ മഖാമു ബിഹിയാലി സദ്രി, അല്ലാഹുവിന്റെ മുന്നിലുള്ള നൃത്തമുണ്ടല്ലോ, ആ നിൽക്കുന്ന സ്ഥലം അതെന്റെ നെഞ്ചിന്റെ ഭാഗങ്ങളിൽ ഇങ്ങനെയുണ്ടാകും. എന്റെ മനസ്സിന്റെ ഭാഗങ്ങളിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് രൂപപ്പെടുത്തും.
വല്ലാഹു ഫൗഖീ, അല്ലാഹു എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ സൂക്ഷിക്കുന്നുണ്ട്. യഅലമു മാ ഫീ ഖൽബി, എന്റെ മനസ്സിലുള്ളത് മുഴുവനും അല്ലാഹു അറിയും. നിസ്കരിക്കുമ്പോൾ എനിക്ക് വരുന്നൊരു ചിന്തയാണ്, വകഅന്ന ഖദമയ്യ അലസ്സിറാത്ത്, എന്റെ രണ്ട് കാൽപാദങ്ങളും സിറാത്തിന്റെ മുകളിലാണ് എന്ന് ഞാൻ അങ്ങനെ കരുതും. വൽ ജന്നത്തു അൻ യമീനി, സ്വർഗം എന്റെ വലതുഭാഗത്താണ്. വന്നാറു അൻ ശിമാലി, നരകം എന്റെ ഇടത്തെ ഭാഗത്താണ്. മലക്കുൽ മൗത്തി ഖൽഫി, മലക്കുൽ മൗത്ത് എന്റെ പിറകിലുണ്ട്. എപ്പോഴും പിടിക്കാൻ റെഡിയായിട്ട് മലക്കുൽ മൗത്തുണ്ട്. വലത്തെ ഭാഗത്ത് സ്വർഗവും ഇടത്തെ ഭാഗത്ത് നരകവും, പിന്നാലെ മലക്കും റെഡിയായി നിൽക്കുന്നു. ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് അന്നഹാ ആഖിറുസ്സലാ, ഇത് അവസാനത്തെ നിസ്കാരമാണ്. അവസാനം ഗൾഫ് നിർത്തി പോരുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാളെ ലഗേജ് കൊണ്ടുവരാൻ തന്നെ ഒരു വണ്ടി വേറെ പോകേണ്ടി വരും. ഇയാൾ ഗൾഫിലേക്ക് പോകുന്നില്ല, നിർത്തി വരികയാണ്. കാരണം വേണ്ട സാധനങ്ങൾ മൊത്തം ഒരു വണ്ടിയിലും അയാൾ മൊത്തമായിട്ട് പോരൂല. അതുകൊണ്ട് ലഗേജിന് തന്നെ ഒരു വണ്ടി പോകേണ്ടി വരും. സഹോദരങ്ങളെ, നിന്ന് ഓരോ നിസ്കാരവും നമ്മൾ അവസാനത്തെ നിസ്കാരമാകാലോ. നാളെ സുബഹി നിസ്കരിക്കാൻ എത്ര പേരുണ്ടാകും? ഇന്നലെ സുബഹി നിസ്കരിച്ച എത്ര ആളുകൾ ഇന്ന് കഴിഞ്ഞുപോയി? ഇന്നലെ ളുഹർ നിസ്കരിച്ച എത്ര ആളുകൾ ഇന്ന് ളുഹർ നിസ്കരിക്കാനില്ല? ഇന്നലെ അസ്ർ നിസ്കരിച്ചവർ പലരും ഇന്ന് അസ്ർ നിസ്കരിക്കാനില്ല. ഓരോ നിസ്കാരവും വരുമ്പോ ബഹുമാനപ്പെട്ട ഹാത്തിം റളിയല്ലാഹു അൻഹുവിനോട് ഹാസിം റളിയല്ലാഹു അൻഹു ഹാത്തിം റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഞാൻ നിസ്കരിക്കുന്ന ഓരോ നിസ്കാരവും എന്റെ അവസാനത്തെ നിസ്കാരമാകുമോ? അങ്ങനെ ഒരു ചിന്ത വരും നിസ്കരിക്കാൻ നോക്കുമ്പോ എന്റെ മനസ്സിൽ. അപ്പൊ കഴിവിന്റെ പരമാവധി നിസ്കാരം നന്നാക്കണം. ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്ന ആള് പെട്ടി കഴിവിന്റെ പരമാവധി നന്നാക്കിയിട്ട് ഇനി കൊടുക്കാൻ ആർക്കും ബാക്കി ഉണ്ടാകരുത്, കൊണ്ടുപോകാൻ ഒരു സാധനവും മറക്കരുത്. കഴിഞ്ഞ വരവിന് വീട്ടിൽ നിന്ന് സഹോദരി ഒരു സാധനം പറഞ്ഞിരുന്നു, അത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല, അതും വാങ്ങണം. അപ്പോഴാണ് സ്വന്തം ജ്യേഷ്ഠൻ പറഞ്ഞൊരു ഒരു സാമഗ്രി വാങ്ങാനുണ്ട്, അപ്പൊ അതും വാങ്ങി. എല്ലാം കൂടി വാങ്ങി നോക്കുമ്പോ ലഗേജ് വലുതായി. മൊത്തം നന്നാക്കി എല്ലാവരും തൃപ്തിപ്പെടുത്താനല്ലേ വരവ്. ഇനി തിരിച്ചു പോകുന്നില്ല, നിർത്തുകയാണ്. എല്ലാം ഒരുക്കിയാ വരുന്നത്. അതേപോലെ തിരിച്ചു വരാത്ത രീതിയിൽ ഒരു അവസാനത്തെ നിസ്കാരം ഉറപ്പാക്കാലോ നമുക്ക്. നിസ്കാരത്തെ പറ്റി അങ്ങനെ ഒരു പക്ഷേ ഇത് അവസാനത്തെ നിസ്കാരമായിരിക്കും. അടുത്ത നിസ്കാരത്തിന്റെ ചാൻസിൽ ഞാൻ ഇല്ലെങ്കിലോ? ഒരാൾക്ക് ഉറപ്പിക്കാൻ കഴിയില്ല, ഉസ്താദേ ഇനി എനിക്ക് രോഗമൊന്നും വന്നിട്ടില്ലല്ലോ. രോഗം വരാത്തവരാണ് കൂടുതലും മരിക്കുന്നത്. വന്നവരതാ മരുന്ന് പിടിച്ചിട്ട് 30 കൊല്ലായി. നാട്ടിൽ തന്നെ പരിശോധിച്ച് നോക്കി എത്ര കൊല്ലായി മരുന്ന് പിടിച്ച ആൾക്കാർ, ആരോഗ്യമുള്ള ആൾക്കാർ എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയി പലരും, അല്ലേ? എത്ര ആൾക്കാർ പോയി. രോഗമൊന്നും വേണ്ട, താടിയും മുടിയൊന്നും നിരക്കണ്ട, മക്കളും പേരെ കുട്ടികളും ഒന്നും ഉണ്ടാകണ്ട, ഹജ്ജും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, ഒന്നും ചിന്തിക്കണ്ട. എപ്പോഴും ആകാം. എപ്പോഴാണോ അല്ലാഹുത്തആല കണക്കാക്കി വെളിവായി കൊടുത്തത് ആ കണക്കിനാവും. എപ്പോഴും ആകാം. അടുത്ത വക്തിന് മുമ്പാകാം. ആർക്കാ പറയാൻ പറ്റുക? നമ്മൾ ദീർഘായുസിന് അങ്ങനെ ദ്വാരിക്കുന്നല്ലേ ഉള്ളൂ. അല്ലാഹുത്തആല ആ ദീർഘായുസ് കണക്കാക്കി ഒരു കണക്കുണ്ടാകും. അത്ര തന്നെ. ഇതുവരെ ദ്വാരുന്നില്ലേ കുറെ ദീർഘായുസിന് വേണ്ടിയിട്ട്? എത്ര അള്ളാഹു കണക്കാക്കി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? നമ്മളെ നാട്ടിൽ തന്നെ എത്ര ആൾക്കാർ മരണപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് നിസ്കരിക്കുന്ന സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സ്വല്ലൈത ഫസല്ലി സ്വലാത്ത മുവദ്ദിഅ, നീ എപ്പോ നിസ്കരിക്കുകയാണെങ്കിലും യാത്ര പറയുന്നവന്റെ നിസ്കാരം നീ നിസ്കരിക്കണം. യാത്ര പറയുന്നവന്റെ, വിട ചോദിക്കുന്നവന്റെ നിസ്കാരം, ദുനിയാവിന്ന് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവന്റെ നിസ്കാരമാകണം നിന്റെ നിസ്കാരം. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നന്നാക്കുകയാണ്, ചിന്ത കേന്ദ്രീകരിക്കുകയാണ്, നോട്ടം സൂക്ഷിക്കുകയാണ്. പൊരുത്തപ്പെടാത്തൊരു ചിന്തയും വരാതിരിക്കാൻ ഖൽബിനെ റെഡിയാക്കി ചൊവ്വാക്കി നിർത്തുകയാണ്. ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനൊക്കെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഞാനൊരു തക്ബീറങ്ങ് ചൊല്ലും. ഉകബ്ബിറു തക്ബീറൻ ബിഹ്സാൻ, മറ്റു എല്ലാ കാര്യങ്ങളും ഹറാമാകുന്ന തക്ബീർ. അതുകൊണ്ടല്ലേ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പേര് വെച്ചത്. ഇനി എനിക്ക് സംസാരിക്കാൻ പറ്റൂല, ഒരാൾ വന്ന് സലാം പറഞ്ഞാൽ സലാം മടക്കാൻ പറ്റൂല, ഒരാൾ ഒന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റൂല. നിസ്കാരത്തിലല്ലാതിരിക്കും എനിക്ക് ഭക്ഷണം കഴിക്കായിരുന്നു, ഇനി ഭക്ഷണം കഴിക്കാൻ പറ്റൂല. നോക്കാൻ പാടില്ലാത്തതിലേക്കൊന്നും നോക്കാൻ പാടില്ല. ആവശ്യമില്ലാതെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ കൂടി പറ്റൂല. ആവശ്യമില്ലാതെ തിരിഞ്ഞു നോക്കുന്നത് കറാഹത്തല്ലേ?
എല്ലാം എനിക്ക് വിലക്കപ്പെട്ടു പോയി. അള്ളാഹുവിനെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ഒരൊറ്റ തക്ബീറങ്ങ് ഞാൻ ചൊല്ലും. സുമ്മ വഖറഉ ഖിറാഅതൻ ബിതഫക്കുർ, നല്ലോണം ചിന്തിച്ചുകൊണ്ട് ഞാൻ ഖുർആൻ ഓതും. സഹോദരങ്ങളെ, ചിന്തിച്ചു ഓതാനില്ലേ? ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ അല്ലാഹു തആല പറഞ്ഞില്ലേ, നിസ്കാരം അതിന്റെ പകുതി എനിക്കാണ്, പകുതി എന്റെ അടിമക്കാണ്. ഫാത്തിഹ സൂറത്തിന്റെ പകുതി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് നിസ്കാരം ആരംഭിക്കുകയാണ്. അള്ളാഹുവിനെ വാഴ്ത്തുന്നു. അള്ളാഹുവേ, നീ റഹ്മാനും റഹീമുമാണ്. നിനക്കല്ലേ റഹ്മാൻ റഹീം എന്നുള്ള വസ്ഫ് ചേരുന്നത്. ഏറ്റവും വലിയൊരു ഗുണമല്ലേ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചത്. മറ്റാർക്കും ഇതുപോലെ അല്ല ചെയ്യുന്ന ഗുണം ചെയ്യും പോലെ ചെയ്യാൻ കഴിയില്ലല്ലോ. എല്ലാ ആളുകൾക്കും വലിയ വിശാലമായ ഗുണം ചെയ്യുന്നവൻ റഹ്മാൻ. അള്ളാഹുവിനെ അനുസരിച്ചോ അനുസരിച്ചില്ലേ ഒരു നോട്ടവും ഇല്ലാതെ, അള്ളാഹിനെ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലേ എന്നൊരു കണക്കുമാക്കാതെ എല്ലാവർക്കും വിശാലാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നവൻ അർ-റഹീം. അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മറ്റുള്ളവർക്ക് കണക്കാക്കാൻ കഴിയാത്ത അത്രയും ബഹുമാനങ്ങൾ നൽകിയിട്ട് വലിയ ഗുണം ചെയ്യുന്നവൻ. പിന്നെ പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവരക്ഷിതാവായ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഞാൻ ഈ നിസ്കരിക്കാൻ വേണ്ടി നിന്നതിനും അതേ മാർക്ക് കൊടുക്കാനുള്ളത് അള്ളാഹുവിനാണ്. നിസ്കരിക്കാൻ എനിക്ക് ജീവൻ തന്നതും നിസ്കരിക്കുന്നതിന്റെ വുളു എടുക്കാൻ തൗഫീഖ് തന്നതും ഖിബിലക്ക് മുന്നിട്ട് നിൽക്കാൻ തന്നതും നിയ്യത്ത് വെക്കാൻ ഓർമ്മിപ്പിച്ചതും ഒക്കെ അള്ളാഹുവേ നീ തന്നെയല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തെ നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന അള്ളാഹു. എന്തൊരു നിയന്ത്രണമാണ് അള്ളാഹുവിന്റെ നിയന്ത്രണം, എന്തൊരു പരിപാലനമാണ് അള്ളാഹുവിന്റെ പരിപാലനം. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല ഭക്ഷണം കൊടുത്തിട്ട് റബ്ബിന് വല്ല കഴിവ് കുറവുമുണ്ടോ? സുഖങ്ങളും അധികാരങ്ങളും കൊടുത്തിട്ട് അല്ലാഹു തആലാക്ക് വല്ല കുറവും പറ്റിയോ? എന്തൊരു പരിപാലനമാണ് സഹോദരങ്ങളെ. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരെ പരിപാലിക്കുന്ന അല്ലാഹുവില്ലേ, ആ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അർ-റഹ്മാനിർ റഹീം. റബ്ബ് സുബ്ഹാനഹു വ തആല കൂടുതൽ കാരുണ്യം ചൊരിയുന്നവനാണ്. ഇഹത്തിലും പരത്തിലും കാരുണ്യം ചൊരിയുന്നവനാണ്. മാലിക് യൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തിലെ അധികാരിയായ അല്ലാഹു തആല ആർക്കും അധികാരമില്ലാത്തൊരു ദിവസമാണെന്ന്. ഇന്ന് അധികാരത്തിന്റെ പേരിൽ പലതും പറഞ്ഞേക്കും, പലതും ചെയ്തേക്കും. പക്ഷേ പ്രതിഫനാളിൽ അധികാരമുള്ളവൻ അന്ന് ശരിയായ നിലക്ക് ഭരണത്തിന്റെ വലുപ്പം കാണിച്ചു കൊടുക്കുന്നത് അല്ലാഹു മാത്രമാണ്. അപ്പൊ പരലോകവും അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളും, റബ്ബിന്റെ ജലാലിയത്തിന്റെ സിഫത്തും ജമാലിയത്തിന്റെ സിഫത്തും എന്ന് അറബിയിൽ പറയാം. അള്ളാഹുവിന്റെ കമാലിയത്തിന്റെ സിഫത്ത് മൊത്തം എണ്ണി പറഞ്ഞിട്ട് ഒരടിമ നിസ്കാരം ആരംഭിച്ച് ഫാത്തിഹ ഓതുമ്പോ ഫാത്തിഹയിലെ ഈ പകുതിയും അള്ളാഹുവിനാണ്. ഇത്രയും വലിയ സ്തുതിയൊക്കെ നടത്തിയിട്ട് അള്ളാഹുവിന്റെ മുന്നിലൊരു പ്രതിജ്ഞ എടുക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിന്നെ ഞാൻ സമ്മതിച്ചു, അംഗീകരിച്ചു. നിന്റെ മഹത്വങ്ങൾ മുഴുവനും ഞാൻ എണ്ണിപ്പറഞ്ഞു. നിനക്ക് മാത്രമുള്ള അധികാരം സമ്മതിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നിർവഹിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. റബ്ബിന്റെ മുന്നിൽ ഒരു അടിമ സമ്മതിച്ചുകൊണ്ട് പറയുന്നൊരു വാക്കാണ് സഹോദരങ്ങളെ. ഇയ്യാക മുതൽ വലല്ലാലീൻ വരെ അടിമക്കുള്ള കാര്യമാണ്. പകുതി അടിമക്കും പകുതി അള്ളാഹുവിനുമാണ്. മാലിക് യൗമിദ്ദീൻ വരെ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ എണ്ണിപ്പറഞ്ഞു, അത് വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞു സമ്മതിച്ചു. പിന്നെ അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്തിട്ട് ഇതൊക്കെ എണ്ണി പറഞ്ഞിട്ടൊരു വലിയ ഖനപ്പെട്ട ചോദ്യം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതുകൊണ്ട് അല്ലാഹ്, നിന്നോട്
എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും വലിയ സഹായം, ഞാൻ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. ഏറ്റവും വലിയ സഹായം എന്താണെന്നറിയോ? എന്റെ കുടുംബത്തിന് നീ ഭക്ഷണം നൽകണമെന്നല്ല, എനിക്ക് വീട് നൽകണമെന്നല്ല, എനിക്ക് സാമ്പത്തിക പുരോഗതി നൽകണമെന്നല്ല. ഏറ്റവും വലിയ സഹായം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാന്താവിൽ ഞങ്ങളെ ചേർത്തി തരണേ അല്ലാ. അതാണ് ഏറ്റവും വലിയ സഹായം. അള്ളാഹുവിനോട് അർത്ഥിക്കുന്ന സഹായങ്ങളിൽ ഏറ്റവും വലിയ സഹായം ഹിദായത്താണ്. നേരായ വഴിയിലേക്ക് ചേർത്തി തരണം. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും അനുഷ്ഠാന രംഗത്തും ആത്മീയ രംഗത്തും ഒക്കെ സിറാത്തുൽ മുസ്തഖീം, തെറ്റിപ്പോകാൻ പാടില്ല പടച്ചോനെ. പിന്നെയും അള്ളാഹുവിനോട് ആവർത്തിച്ച് അതേ ചോദ്യം ചോദിക്കുകയാണ്. ഒരു ചോദ്യം സഹോദരങ്ങളെ ഒരു തവണ ചോദിച്ചാ പോരാ, അതിന്റെ തെളിവല്ലേ നിസ്കാരം. നിസ്കാരത്തിൽ ഈ ചോദിക്കുന്ന ചോദ്യം മൊത്തം കൂട്ടി നോക്കുമ്പോ 17 തവണയില്ലേ? ഫർളിൽ മാത്രം ഒരേ ചോദ്യം 17 തവണ ചോദിക്കുന്നില്ലേ? ഒരൊറ്റ ഫാത്തിഹയിൽ തന്നെ ഒരു തവണയല്ല, പിന്നെയും ചോദിക്കുന്നു അതേ ചോദ്യം. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, ആദ്യം ചോദ്യത്തിന്റെ അതേ വിശദീകരണമാണ് പിന്നെയും പറയുന്നത്. നീ അനുഗ്രഹം ചെയ്ത അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരുടെ മാർഗത്തിലേക്ക് ചേർത്തി തരണേ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നതല്ലേ ആ പറഞ്ഞത്? അത് തന്നെയല്ലേ വീണ്ടും ചോദിക്കുന്നത്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം വിശദമായിട്ട് തന്നെ ചോദിക്കട്ടെ. അല്ലാ, നീ അനുഗ്രഹം ചെയ്ത മഹാന്മാരില്ലേ, അവരെ മാർഗത്തിലേക്ക് തന്നെ ചേർത്തി തരണം. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ, നിന്റെ കോപത്തിന് വിധേയപ്പെട്ടവരല്ലാത്ത, നിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകളല്ലാത്ത അവരാ ടീമിലേക്ക് എന്നെ നീ ചേർക്കരുത്. നേരായ മാർഗത്തിലേക്ക്, അമ്പിയാക്കളെ, ഔലിയാക്കളെ, ശുഹദാക്കളെ, സ്വാലിഹീങ്ങളെ മാർഗത്തിലേക്ക് ചെന്നെ എന്നെ നീ ചേർത്തി തരണേ അല്ലാ. ഈ ചോദ്യം കൊണ്ട് ചോദിക്കുമ്പോ ഇത് അടിമക്ക് വേണ്ടി അള്ളാഹുവിനോടുള്ള ചോദ്യമാണ്. പകുതി അടിമക്കും പകുതി ഉടമസ്ഥനായ റബ്ബിനും. നല്ലോണം ചിന്തിച്ചുകൊണ്ട് ഫാത്തിഹ ഓതണം. ഫാത്തിഹയുടെ അർത്ഥം ചിന്തിക്കണം ഓതുമ്പോ, സൂറത്തിന്റെ അർത്ഥം ചിന്തിക്കണം. സൂറത്ത് ഓതുമ്പോ സൂറത്തിന്റെ അർത്ഥം ചിന്തിക്കണം. മഅ്മൂമായി നിൽക്കുന്ന ഒരാള് ഇമാമ് സൂറത്ത് ഓതുമ്പോ സൂറത്ത് ഏറ്റു ഓതാൻ പാടില്ല, അത് കറാഹത്താണ്. ചില ആളുകളൊക്കെ കാണാൻ വെള്ളിയാഴ്ച രാവിലെയൊക്കെ സബ്ബീസ്മാണ്ട് ഓതിയാ പിന്നെ അവരെ ഇമാം നിർത്താൻ തോന്നും. സുബ്ഹാനല്ലാഹ്, ഇമാം ഇങ്ങനെ സബ്ബീസ്മ തുടങ്ങുമ്പോഴേക്ക് ബാക്കുന്ന കുറെ ആൾക്കാർ തുടങ്ങുന്നുണ്ടാവും. നിങ്ങൾക്ക് മാത്രമല്ല അറിയാം, നമുക്കും അറിയാം. നിങ്ങൾ ഓതിക്കൊള്ളി, കൂടെ നമ്മൾ ഓതാ. ആരും ഓതണ്ട, ആ ഓത്ത് കേൾക്കാണ് വേണ്ടത്. എന്തിനാ കേൾക്കുന്നത്? അർത്ഥം ചിന്തിച്ചുകൊണ്ട് കേൾക്കുക, അർത്ഥം അറിയണം. അപ്പൊ അർത്ഥം പഠിക്കണം എന്നായി. പഠിക്കലൊരു പ്രത്യേക കാര്യം തന്നെയാണ്. ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ ഓരോ ആയത്തിന്റെയും അർത്ഥതലങ്ങൾ മനസ്സിരുത്തിയാൽ പിന്നെ മനസ്സ് വേറെ എടുക്കും പോകൂല. മനസ്സ് മുഴുവനും നിസ്കാരത്തിലായിരിക്കും. അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഫാത്തിഹ സൂറത്ത് ഓതണം. ഭക്തി ഉണ്ടാകണ്ടേ നിസ്കാരത്തിൽ? ഖുശൂ ഉണ്ടാകണമെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് അത്തദബ്ബുർ, അർത്ഥം ചിന്തിക്കുക. ഓതുന്ന ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥം ചിന്തിക്കുക. എത്ര അർത്ഥവത്തായ ദിക്റാണ് തുടക്കത്തിൽ തന്നെ നാം ചൊല്ലുന്ന വജ്ജഹ്തു, പ്രതിജ്ഞ. വലിയ അർത്ഥമല്ലേ സഹോദരങ്ങളെ അതിനുള്ളത്? ആ അർത്ഥങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഭക്തി ഉണ്ടാക്കിയിട്ട് വേണം നിസ്കാരം. നല്ലോണം ചിന്തിച്ചുകൊണ്ട് ഞാൻ ഖുർആൻ ഓതും. വിനയത്തോടെ ഞാൻ അള്ളാഹുവിന് റുക്കൂ ചെയ്യും. ആരെ മുന്നിലാ കുനിഞ്ഞു നിൽക്കുന്നത്? അള്ളാഹുവിന്റെ മുന്നിലല്ലേ കുനിഞ്ഞു നിൽക്കുന്നത്. വിനയത്തോടമുള്ള നൃത്തമാണ്. രണ്ട് കൈയും മുട്ടുംകാലിന്റെ മേല് വെച്ച് ഊരെയൊക്കെ കൃത്യമായി മുട്ടൊന്നും വളക്കാതെ ഒരൊറ്റ പലക വെച്ചതുപോലെ മുതുകും തലയും സമമാക്കി വളരെ വിനയത്തോടെയുള്ളൊരു നൃത്തം. വിനയത്തോടെ ഞാൻ അള്ളാഹുവിന് റുക്കൂ ചെയ്യും. വസ്ജുദു സുജൂദൻ ബിത്തളർറുഇ, അള്ളാഹുവിന് ഞാനൊരു സുജൂദ് ചെയ്യും. ആ സുജൂദിൽ അങ്ങേറ്റത്തെ അള്ളാഹുവിനോട് ഞാൻ വണങ്ങും. റബ്ബിനെ വല്ലാതെ ഞാൻ ബഹുമാനിക്കും. സുമ്മ അജ്ലിസു അലത്തമാം, പിന്നെ
പിന്നെ പൂർണ്ണമാകുന്ന രൂപത്തിലൊരു യുദ്ധം ഞാൻ ഇരിക്കും. പ്രതീക്ഷയോടെ അത്തഹിയ്യാത്ത് ഓതും. ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഉസ്ലിമു അല സുന്ന, സുന്നത്ത് പ്രകാരം ഞാൻ സലാം വീട്ടും. അതേ, വഅഖൂമു ബൈനൽ ഖൗഫി വറജാ, നിസ്കാരത്തിൽ ഞാൻ ഇരുന്നിട്ട് പിന്നെ എഴുന്നേൽക്കുമ്പോ നല്ല പ്രതീക്ഷയും ഭക്തിയും എന്റെ മനസ്സിലുണ്ടാകും. സുമ്മ അതഅഹദു അല സ്വബിരി, ക്ഷമയോടെ ഞാൻ പരിഗണിച്ച് നിസ്കരിക്കും. നല്ല ക്ഷമ വേണം. നിസ്കാരം കൊണ്ട് നടക്കാനും ക്ഷമ വേണം, നിസ്കരിക്കാനും ക്ഷമ വേണം. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. എന്തിനും നിസ്കാരം. രോഗം ബാധിച്ച് ഭർത്താവ് രോഗം ബാധിച്ചപ്പോ, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു രോഗം ബാധിച്ചപ്പോ അവിടുത്തെ പ്രിയപ്പെട്ട പത്നി എന്താ ചെയ്തത്? വേഗം വുളു എടുത്ത് നിസ്കാരക്കുപ്പായം മാറ്റിയിട്ട് നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങ് ദ്വാരുന്നു. മഹാനവറുകളുടെ അസുഖം ഭേദമായി. കാരണം അല്ലാഹു തആല സഹായം ചോദിക്കാൻ പറഞ്ഞൊരു മാർഗല്ലേ നിസ്കാരം. വസ്തഈനു ബിസ്സബിരി വസ്സലാ, സബർ കൊണ്ടും അല്ലാഹുവിനോട് സഹായം ചോദിക്കണം, നിസ്കാരം കൊണ്ടും സഹായം ചോദിക്കണം. നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് സഹായം ചോദിച്ചപ്പോ അല്ലാഹു തആല കൊടുത്തു. ഏതാണ് അല്ലാഹു തആല കൊടുക്കാത്തത്? നിസ്കരിച്ചിട്ട് സഹായം ചോദിച്ചിട്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പത്നി, എന്റെ ഭർത്താവിന്റെ രോഗം മാറ്റിത്തരണം. അതിനാപ്പ നിസ്കരിച്ചത്. വിഷമം മാറ്റിത്തരണം. സഹോദരങ്ങളെ, നല്ല സബറോടുകൂടെ നിസ്കാരം നിർവഹിക്കണം. നല്ല ക്ഷമ വേണം. ഉമ്മമാരെ, സഹോദരിമാരെ, പല കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ചിന്ത പല രൂപത്തേക്കും പോയിട്ട് നിസ്കരിക്കരുത്. ഇങ്ങനെ ഒരു നിസ്കാരത്തിന്റെ ശൈലി വിശദീകരിച്ചപ്പോ ആസിം ഇബ്നു യൂസുഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹാത്തിമേ അഹകദാ സ്വലാത്തുക, നിങ്ങളുടെ നിസ്കാരം ഇങ്ങനെയാണോ? ഹാത്തിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു 30 കൊല്ലമായിട്ട് ഇങ്ങനെയാ നിസ്കരിക്കുന്നത്. ആസിം റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറഞ്ഞു, മാ സ്വല്ലൈതു മിൻ സ്വലാത്തി മിസ്ല ഹാദാ ഖത്തു, ഇതുപോലെ ഒരൊറ്റ നിസ്കാരവും എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അർത്ഥഗർഭമായ നിലക്ക് നിസ്കരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പൂർണ്ണമായ നിസ്കാരം, ആ നിസ്കാരത്തിന് വലിയ മാർഗമുണ്ട്, നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നിസ്കാരം വലിയ ഭംഗിയോടുകൂടെ നിസ്കരിക്കണം. ഉമ്മമാരെ, നിസ്കാരക്കുപ്പായം അത് നന്നായി മറവോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് ഒരൊറ്റ മുടിയും പുറത്തേക്ക് വെളിവാകാത്ത വിധം നല്ല ശ്രദ്ധയോടുകൂടെ തന്നെ, മറവോടുകൂടെ തന്നെ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഭക്തിപൂർവം നിസ്കാരത്തിൽ കാര്യങ്ങൾ ചോദിക്കണം. എത്ര ചെറിയ വിഷയമാണെങ്കിലും വലിയ വിഷയമാണെങ്കിലും നിസ്കാരത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് പരിഹാരം തരുന്നു. വലിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹാരം കണ്ടെത്തിയ മാർഗമാണ് നിസ്കാരം. ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും തങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം നിസ്കാരമാണ്. നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്.